സ്കിപ്പ് ചെയ്ത് പോവല്ലേ, ഇതൊന്ന് കേൾക്കണേ. പെരിമെനോപോസൽ സ്റ്റേജിലുള്ളവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും ഉള്ള വാഴക്കൂമ്പും ചെറുപയറും വെച്ചിട്ടുള്ള അയൺ ഫൈബർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് ഇത്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതൊരു 5-8 പേർക്ക് കഴിക്കാനുള്ള തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള വാഴപ്പൂവാണ്. കൂടെ തന്നെ കുതിർത്ത് വെച്ച ചെറുപയർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെറുപയർ ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവാണ് നമ്മൾ. അതിനുവേണ്ടി ചെറുപയറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആവി കയറ്റാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കും നമ്മൾ. പാരലലി നമുക്ക് മറ്റൊരുക്കങ്ങൾ ചെയ്യാം. ഇനി നമ്മുടെ വാഴക്കൂമ്പ് അത് കൊത്തിയിരിയാൻ കുറേ സമയമെടുക്കും. അതിന് പകരം ഞാൻ എൻ്റെ ഫുഡ് പ്രോസസ്സറിലേക്ക് വലിയ വലിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുഡ് പ്രോസസ്സറിൽ റൺ ചെയ്യുമ്പോൾ ഇത് 5-6 സെക്കൻഡിനുള്ളിൽ പൊടിയായിട്ട് അരിഞ്ഞു കിട്ടും. ഫുഡ് പ്രോസസ്സറിൽ ഇത് ഹൈ സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് നാര് വലിയുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. സാധാരണ നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞെടുക്കുമ്പോൾ നാര് വലിയുന്ന കാണാറുണ്ട്. പക്ഷെ ഇതിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിലെ കറ കളയാനാണെങ്കിൽ വെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ മോരും വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ മുക്കി വെക്കുകയും ചെയ്യാം. ഞാനിവിടെ നല്ല വെള്ളത്തിനാണ് മുക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 5 മിനിറ്റിൽ നമ്മുടെ ചെറുപയറും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 3 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 10-12 സെക്കൻഡ് നേരത്തേക്ക് മാത്രം. അപ്പോഴേക്കും അതിന്റെ പച്ചപ്പ് അങ്ങ് പോകും. കാരമലൈസ് ചെയ്ത് എടുക്കൊന്നും വേണ്ട കേട്ടോ. ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് 3 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകുമാണ്. കറിവേപ്പില കൂടുതലായിട്ട് ചേർക്കുന്നത് ഈ തോരന് നല്ല ടേസ്റ്റ് തരും. ഒരു 5-6 സെക്കൻഡ് നേരത്തേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് ഒരു 1.5 ടീസ്പൂണും ചേർക്കാം. വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാതെ ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പേരിക്ക് തോരന് നല്ല ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിന്റെ രണ്ടിന്റെയും നിറം ഒന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നത് വരെ. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ്. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചപ്പ് മാറുന്നത് വരെ മാത്രം. ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട. ഇതായിപ്പം തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയുടെയും ചതച്ച മുളകിന്റെയും ഒക്കെ നിറവും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാഴപ്പൂവ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ. ശേഷം നമ്മൾ അടപ്പ് തുറന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെറുപയറിൽ ഉപ്പ് ചേർത്തിരുന്നു. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. ഏകദേശം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ശേഷം ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 1 മിനിറ്റ് വരെ ഇളം തീയിൽ അതിങ്ങനെ വെന്തോട്ടെ. 1 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നാൽ നമ്മുടെ വാഴക്കൂമ്പ് ചെറുപയർ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഇവിടെ റെഡിയാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല, ഈ ഉപ്പേരിയുടെ മണവും രുചിയും ഒക്കെ ഒന്ന് വേറെ ലെവലാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് ഞാൻ മുൻപേ പറഞ്ഞ കണ്ടീഷനിലൂടെ പോകുന്നവര് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.